ഹായ്, ഞാൻ ഫൈസൽ മാഷൻ, ഗ്രീൻ ടുഡേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമ്മളിന്ന് വന്നേക്കുന്നത് അടൂർ ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു റിനോവേഷൻ പ്രൊജക്റ്റായിരുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഈച്ച് ആൻഡ് എവറി കോർണർ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇതൊരു റിനോവേഷൻ പ്രൊജക്റ്റ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ വേണം എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു ചാൻസ് തന്ന മാത്യു ഉമ്മൻ സാറിന് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. മാത്യു ഉമ്മൻ സാറിന് ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നത് തന്നെ, എങ്ങനെ ഗ്രീൻ ടുഡേ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് എത്തിപ്പെട്ടു, അല്ലെങ്കിൽ എങ്ങനെ അത് സാറ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ നോൺ ബേസ്ഡ് ആയിരുന്നു? ഞാൻ ഗ്രീൻ ടുഡേ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കുറേ 3-4 പേരെ എനിക്ക് കിട്ടി. ആദ്യത്തേതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക്, ഏറ്റവും കൂടുതൽ സ്റ്റാർ ഉള്ളത് ഗ്രീൻ ടുഡേക്ക് തന്നെയാണ്. എന്നാൽ ഈ ഇന്ത്യൻ ടൈം ഏകദേശം 10:30 ഈ 10:30 വിളിച്ചപ്പോൾ ഇമ്മീഡിയറ്റ് ഒറ്റ റിങ്ങിന് തന്നെ ഫോൺ എടുത്ത് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾ. അപ്പോൾ ഈ നമ്മളിപ്പം ഓൾറെഡി ഈ എറണാകുളം ബേസ്ഡ് ഒരു കമ്പനി ഇവിടെ വന്ന് ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം സാറിനുണ്ടാവുമല്ലോ? ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് ആ ഒരു ഡൗട്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമേ ഫൈസലിനെ വിളിച്ചപ്പോഴേ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അടൂരാണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. അന്നേരം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഓൾ കേരള, തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് കോൺഫിഡൻസ് ആയി ചെയ്യാം എന്നുള്ളത്. ഗ്രീൻ ടുഡേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നമ്മുടെ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ് ചീനി തോമസ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തത്. അപ്പോൾ സാറിന് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ ഡിസൈൻ ചെയ്തു, അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന വീടും ഇപ്പോൾ ഉണ്ടായിരുന്ന വീടുമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ കുറേ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടായത്. എന്താണ് ഇത് 3D ഡിസൈൻ, ഇത് എങ്ങനെ തന്നെ വരുമോ എന്നൊക്കെ ചോദ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അത് സാറിന് ഉണ്ടായി. ആദ്യത്തെ ഡൗട്ട് എനിക്കതായിരുന്നു. ആ ഡിസൈൻ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബ്രദേഴ്സിനും സിസ്റ്റർക്കും ഒക്കെ അയച്ചു കൊടുത്തു. ഞാൻ അവരെല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഡിസൈൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ അന്നേരവും ഇത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമോ എന്തെല്ലാം മനസ്സിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈച്ച് ആൻഡ് എവരി പോർഷൻ, അതായത് ആ ഡിസൈനിനകത്ത് കണ്ട എല്ലാ സംഗതികളും കിട്ടിയിരിക്കും, എല്ലാ സംഗതികളും. അത് കൂടാതെ നമ്മുടെ ഇവിടെ വന്ന് കണ്ട ആളുകളെല്ലാം ഇതൊരു പുതിയ വീടാണെന്നേ പറഞ്ഞുള്ളൂ. പഴയ റിനോവേഷനാണെന്ന് ആർക്കും, ഇത് അറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലായിട്ടു. നമ്മൾ സിവിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ വോളിൻ്റെയും പ്ലാസ്റ്ററിംഗ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന പ്ലാസ്റ്ററിങ്ങിലുണ്ടായിരുന്ന ലെവൽ ഡിഫറൻസും ഒക്കെ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടാണ് രണ്ടാമത് റീച്ച് ചെയ്തത്. അപ്പം ഇതിൽ കുറേ വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സാർ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നോ അതോ അറിയുന്നുണ്ട്? മൊത്തം ഞാൻ അറിഞ്ഞില്ല. ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഈ സംഗതികൾ ഇപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നു എന്നൊക്കെ മാത്രമേ എനിക്കറിയത്തുള്ളൂ, ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. അല്ലാത്ത എനിക്കൊരു വീഡിയോ ഒക്കെ അയച്ചു തരുന്നുണ്ട്. പക്ഷേ ഇത് പ്രശ്നങ്ങൾ വലുതായിട്ടുണ്ടെന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് ആക്ച്വലി പ്രശ്നങ്ങളൊന്നുമല്ല, നമ്മളിത് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അതിൽ വിഷയങ്ങൾ കുറഞ്ഞു. നമ്മൾ ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇത് നടക്കുമ്പോൾ സാറിന് എന്തായാലും ഈ ഒരു ജേർണി, കംപ്ലീറ്റ് ജേർണി എങ്ങനെ ഫീൽ ചെയ്തു? സാറ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ? എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഫീഡ്ബാക്ക്? ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിതൊരു ഈ പണി തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചൊരു വിതിൻ 1 ഇയർ തീരും എന്നൊക്കെ വിചാരിച്ചു. കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇച്ചിരി നേരത്തെ തീരും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കംപ്ലീറ്റ് ചെയ്യുമോ, ഞാനൊരു ഡേറ്റും ഒക്കെ എടുത്തു, ഇത് കംപ്ലീറ്റ് ചെയ്യുമോ, എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്ത ഡേറ്റിൽ തന്നെ 100% ആ ഡേറ്റിൽ തന്നെ എനിക്ക്, അതായത് ഓൾമോസ്റ്റ് ഇത്രയും വലിയൊരു സംഗതി ഒരു 11 months എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ. അന്നേരം ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. താങ്ക് യു. വേറൊരു, ഞാൻ ഇനിഷ്യലി ഇവിടെ വന്നപ്പോഴത്തേക്ക് സാറിൻ്റെ അടുത്തൊരു കാര്യം പറയാം. നമ്മൾ ഈ വീട്, ഞാനത് മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സിനും പറയാറുള്ളൊരു കാര്യമാണ്. വന്നപ്പോൾ സാറിന് ഓർമ്മയുണ്ടോയെന്നറിയില്ല, നമ്മൾ റിനോവേഷനിലേക്ക് പോകണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ സാറ് അത് ഞാൻ അന്ന് പറഞ്ഞത്, എനിക്ക് പുതിയ വീട് വെക്കുന്നതാണ് ഇഷ്ടം,
പക്ഷേ ഈ വീട് എനിക്ക് അത്രയും സെൻറ്റിമെൻറ്റ്സ് ഉള്ള, ഞാനും എൻ്റെ ബ്രദേഴ്സും ഇതെൻ്റെ ഫാദർ വെച്ച വീടാണ്. അന്നേരം ഈ വീടിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഒന്ന് പുതുക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതുകൊണ്ട് ആ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും റിനോവേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇല്ല, എനിക്ക് അപ്പുറത്തോട്ട് മാറ്റി വേറെ വെക്കാം, സ്ഥലമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തന്നെയല്ല, ഫൈസലിൻ്റെ റിനോവേഷൻ പ്രോജക്റ്റ് ഞാൻ പലത് കണ്ടു. അതിനകത്തൊക്കെ വളരെ ക്ലിയറായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ വീഡിയോസ് ഇടുന്നുണ്ടാവും, കാണുമ്പോൾ മനസ്സിലാവും. എന്നാൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ എങ്ങനെ ഒരു റിനോവേഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യേണ്ടതാണെന്നുള്ളതിനെ കുറിച്ച് കംപ്ലീറ്റ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും കൂടുതലായിട്ട് എന്താണ് നമ്മുടെ കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ കമ്പനിയുടെ തീർച്ചയായിട്ടും ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. അത് കൂടാതെ ഞാൻ എൻ്റെ റിലേറ്റീവ്സിനോടും കസിനോടും ഇവരെല്ലാം കണ്ടവരാണ്. ഇവരെല്ലാവരും ഫൈസലിൻ്റെ നമ്പർ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ പോകാൻ ചാൻസ് കൂടുതലാണ്. അത് തന്നെയല്ല, എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ 100% സജസ്റ്റ് ചെയ്യും. 100% ഞാൻ സജസ്റ്റ് ചെയ്യും. താങ്ക് യു 100% സജസ്റ്റ്. അത് കൂടാതെ എൻ്റെ സിസ്റ്റർ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് എറണാകുളത്ത് കൊടുത്തിട്ടുണ്ട്. അതെ സാറിപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഇപ്പം സാറിൻ്റെ സിസ്റ്റർ നമ്മളെ ഡിസൈൻ സ്റ്റേജിലാണ്, ഡിസൈൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പഴയ വീടിൻ്റെ കാലം ഈ വീട് പുതിയതായിട്ട് സാറ്റിസ്ഫൈഡാണ്, ഒത്തിരി സാറ്റിസ്ഫൈഡാണ്. കിച്ചണിലൊക്കെ ഞാൻ ഇമാജിൻ ചെയ്ത് നമുക്കൊക്കെ ഡ്രീംസ് ഉണ്ടല്ലോ, നമുക്ക് കിച്ചണൊക്കെ ഇങ്ങനെയൊക്കെ കാണണമെന്ന്, അതെല്ലാം ഉണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഒരു സ്ഥലത്ത് ഒരു കുറ്റം പറയാൻ പറ്റുന്നില്ല. ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഈസ് കവേർഡ് എന്നാണ്. അത് ആള് കുറെ കൂടെ നോക്കുന്ന ആളാണ്. ആള് കയറി ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് എന്നോട് പറഞ്ഞത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഈസ് കവേർഡ് എന്നാ പറഞ്ഞത്. ഈ പാഷ്യൂ അവിടെ കൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാവരും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു എല്ലാവരും. പാഷ്യൂ ആക്ച്വലി നമ്മൾ നല്ല രീതിയിൽ ഇച്ചിരി വലുതാക്കിയാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ ഡൈനിങ്ങിന്റെ ആ ഒരു ഏരിയ കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചെറുതാക്കി. അത്യാവശ്യം നല്ല രീതിയിൽ അത് ഭയങ്കര